ഹലോ ഗായ്സ്, ഞാൻ അഭിനവ്. അക്കു വയർ ടെക്നോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം ഗായ്സ്. ഫസ്റ്റ്ലി ഗായ്സ്, സോറി കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇടാഞ്ഞത്. പിന്നെ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് യൂട്യൂബിലെ വീഡിയോസിൽ എൻഡ് സ്ക്രീനും ഷോർട്ട് വീഡിയോയിൽ റിലേറ്റഡും ഷോർട്ട് ആൻഡ് ലോങ്ങിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് വീഡിയോസ് കാണില്ലേ, ഐക്കാർഡ് എന്നതിന് പറയുന്നത്, അതും എങ്ങനെ ഇടുന്നതെന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗായ്സ്. ഫസ്റ്റ് നിങ്ങൾ ആദ്യം ക്രോമിൽ കയറണം, ഗൂഗിൾ ക്രോം. അതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കിന് ക്രോമിൽ ഗായ്സ് ഗൂഗിൾ സെർച്ച് ബാറിൻ്റെ അകത്ത് google.com എന്നടിക്കണം, google.com. അന്നേരം ഗൂഗിൾ ക്രോമിൻ്റെ അകത്ത് തുറന്നു വരും. ഗൂഗിൾ ക്രോമിൽ എടുക്കേണ്ട ക്രോമിൽ നിങ്ങൾക്ക് ഏത് ബ്രൗസർ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണണം. എന്നിട്ട് നിങ്ങൾക്ക് ആദ്യം ക്രോമിൽ കയറി ക്രോമിൻ്റെ അകത്ത് തുറന്നു വെച്ച് ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൻ്റെ അകത്ത് സെർച്ച് ചെയ്യണം studio.youtube.com. അത് ഞാനിപ്പോൾ സെർച്ച് ചെയ്തേക്കുന്ന പോലെ തന്നെ. എന്നിട്ട് കാണുന്ന ഫസ്റ്റ് വെബ്സൈറ്റ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ കാണുന്നത് തുറക്കണം. ചിലവരുടെ ഡയറക്റ്റ് തുറന്നു വരും, അവർ ബ്രൗസർ ഒന്ന് മാറ്റി നോക്കണം. ചിലവരുടെ ഗെറ്റ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണും. ഗെറ്റ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണുന്നവർ ഈ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞ മോഡ് എനേബിൾ ചെയ്യണം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് നിങ്ങൾ കണ്ടൻറ്റിൻ്റെ അകത്ത് ചെല്ലണം. അതായത് ഇതാണ്ട് പണ്ടത്തെ യൂട്യൂബ് ലൈബ്രറി ഇല്ലായിരുന്നു, അതുപോലത്തെ അതിൻ്റെ കണ്ടൻറ്റ്. ഞാനിപ്പോൾ ഈ മൾട്ടിമീറ്ററിൻ്റെ വീഡിയോ കാണിക്കുന്നത്. ഇത് ടൈറ്റിലെ ക്ലിക്ക് ചെയ്യണേ ഡയറക്റ്റ് ഈ കാര്യം തുറന്നു ഒരു പെൻസിലേലായിരിക്കണം, അല്ലെങ്കിൽ അവിടെ സൈഡ് പെൻസിൽ കാണും, അതേ നിൽക്കണം. എന്നിട്ട് എൻഡ് സ്ക്രീൻ കാണണം. കാർഡ്സിൻ്റെ കാര്യം ഞാൻ മൊത്തം പറഞ്ഞു, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്നാ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണും, എലിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇങ്ങനെ 3 എണ്ണം കാണുകയല്ല, ചിലപ്പം 2 എണ്ണം, 2 വീഡിയോയും ഒരു ചാനലുമേ കാണത്തുള്ളൂ. നിങ്ങൾ അത് ഏതൊരു ഓണം സെലക്ട് ചെയ്യണം, ഒരു ചാനൽ എന്തായാലും കാണേണ്ടി വരും. എന്നിട്ട് ചാനലിനെ എടുത്തേച്ച് നിങ്ങളുടെ എൻഡ് സ്ക്രീൻ വീഡിയോയ്ക്കകത്തേക്ക് ഇവിടെ ഇടണം. ആ സ്ഥലത്തേക്ക് വട്ടത്തിനുള്ളിൽ ഇടണം. എന്നിട്ട് ബാക്കി വൈറ്റ് കളറിലുള്ള ഭാഗത്തെ ചാനലിലെ വീഡിയോസ് ഇടണ്ടേ. അത് നിങ്ങൾക്ക് എത്ര വീഡിയോസ് അതിൻ്റെ ഭാഗമാണോ കിട്ടുന്നത് അതിന് ആ വൈറ്റിൻ്റെ മുകളിൽ ഇടണം. എന്നിട്ട് പോരാ, വൈറ്റ് കൂടുതൽ വേറെ ഉണ്ടെങ്കിൽ ആഡ് എലിമെൻ്റ് അല്ലെ താഴത്തെ പ്ലസ് അടിച്ചാൽ മതി, വരും. അതായത് ഈ പ്ലസ് അല്ലെങ്കിൽ ആഡ് എലിമെൻ്റ് അടിക്കണം, അന്നേരം വന്നോളും. അവിടുന്ന് ആഡ് അടിക്കണം, അന്നേരം ഉടനെ വരുന്നുണ്ടെങ്കിൽ വേറെ ഈ വീഡിയോ അടിക്കാം. അന്നേരം അവിടെ വീഡിയോ ചൂസ് ചെയ്യാൻ പറയും. എന്നിട്ട് ആ ചൂസ് ചെയ്യുമ്പോഴത്തേക്കിന് നെക്സ്റ്റ് വന്നോളും. വീഡിയോസ് അടിക്കുമ്പോഴത്തേക്കിന് ഈ എലിമെൻ്റ് ആഡെന്ന് അടിക്കുമ്പം പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ആദ്യം എടുത്ത വീഡിയോസിൻ്റെ അവിടെ ഒന്നും കാണുകയില്ല, അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കി തന്നു. ഇനി നെക്സ്റ്റ് ഷോർട്ട് വീഡിയോയിൽ എങ്ങനെയാണ് റിലേറ്റഡ് കിട്ടുന്നതെന്ന്. അതായത് റിലേറ്റഡ് വീഡിയോ ലിങ്ക് ഷോർട്ട് വീഡിയോയ്ക്കകത്തില്ലേ, അതെങ്ങനെയാണ് ഇടുന്നതെന്ന്. ഫസ്റ്റ് നിങ്ങൾ ഷോർട്സിൻ്റെ അകത്ത് സെയിം കണ്ടൻറ്റിൽ ലോങ് വീഡിയോസിലായിരിക്കും ആദ്യത്തെ കാര്യം, അത് ഷോർട്സിലാക്കണം. ഞാനിപ്പോൾ ഈ വീഡിയോയിലായിരിക്കും പറയുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ തുറന്നു ചിലപ്പോൾ സൈഡിൽ കാണും. എന്നിട്ട് ഇവിടെ റിലേറ്റഡ് വീഡിയോ ലിങ്ക് അടിക്കുമ്പം അവിടെ നിങ്ങൾക്കൊരു വീഡിയോ ചൂസ് ചെയ്യാൻ പറയും. ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും എല്ലാം ചൂസ് ചെയ്ത് വെച്ച് അവിടെ പ്ലേ ചെയ്യണം, ചൂസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കുറച്ച് നേരം അത് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വല്ലതും വെയിറ്റ് ചെയ്ത് വെച്ച് യൂട്യൂബിൽ പോയി ടെസ്റ്റ് അടിക്കാൻ പറ്റും. സെയിം വീഡിയോ തുറന്നു. ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ചാനലിന് കുഴപ്പം വരേണ്ടെന്നാണെങ്കിൽ നിങ്ങൾ സെയിം ചാനൽ അക്കൗണ്ട് വെച്ച് തന്നെ ചാനലിൻ്റെ വീഡിയോസ് കാണല്, ഷോർട്ട് ആണെങ്കിലും ലോങ് ആണെങ്കിലും, ഇല്ലെങ്കിൽ ചാനലിന് കുഴപ്പം വരുത്താൻ സാധ്യതയുണ്ട്. ഓക്കെ ഗായ്സ്, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഐക്കാർഡ്, അതായത് ഡിസ്ക്രിപ്ഷനിലെ വീഡിയോ എങ്ങനെയാണ് ഇടാൻ പോകുന്നതെന്ന്. ഇനി ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും ഏത് വേണേലും ഇടാം. ഞാനിപ്പം ഈ ക്ലോക്ക് റിപ്പയറിങ് ടിപ്പ് തുറക്കാം. ഇതിൻ്റെ അകത്ത് ഐക്കാർഡ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാണിക്കാം. ഓക്കെ ഗായ്സ്, ഇത് സെറ്റ് ചെയ്തിട്ടില്ല ഐക്കാർഡ്. ഈ ചാനലിന് യൂട്യൂബ് ജോയിൻ ചെയ്യേണ്ടി വരും. ജോയിൻ ദ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രസ്. എന്നാൽ അത് ജോയിൻ ചെയ്യാതെ ഇവിടെ ലിങ്ക്
ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റ് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയല്ലോ. ഇനി ഇവിടെ നിങ്ങൾക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് കേഴ്സർ എന്നാണ് പറയുന്നത്. ഇതിനെ ആദ്യം നിങ്ങൾ വേണ്ടിടത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഇവിടെ വീഡിയോസ് അടിക്കണം. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് സെർച്ച് യുവർ വീഡിയോസ്, നിങ്ങളുടെ ഇതിലിട്ട് വെച്ച് നിങ്ങളുടെ വീഡിയോസ് വരും. സെർച്ച് വീഡിയോസ് ഫ്രം അതർ ചാനൽ അടിക്കുവാണെങ്കിൽ എല്ലാ ചാനലിലെയും എല്ലാ വീഡിയോസും വരും. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോസിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് LED ബൾബിൻ്റെ വീഡിയോ ഇടാനാണ് ഈ സൈഡ്. പിന്നെ ഈ കേഴ്സർ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ ഈ ആഡ് കാർഡ് അല്ലെങ്കിൽ ഈ പ്ലസ് അടിക്കണം. രണ്ടും അടിക്കുമ്പോൾ ഇവിടെ വീഡിയോസ് പ്ലേലിസ്റ്റ് ചാനൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കാണും. നിങ്ങൾ അതിനെ ചൂസ് ചെയ്യണം. ഇപ്പം ഞാൻ ഇതെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇവിടെ ഇടാൻ പറ്റും. ചില വീഡിയോസ് ഈ സപ്പോർട്ട് ആകുകയെന്ന് പറയുന്നുണ്ടാവുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഗായ്സ് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. അപ്പോൾ ഗായ്സ് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ കമ്പന്തേനിയുടെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, ബൈ.